ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു എണ്ണ ഉണ്ടാക്കുവാണേ, തലയിൽ വയ്ക്കുന്ന എണ്ണ. സത്യം പറഞ്ഞാൽ എണ്ണ തീർന്നിട്ടുണ്ടാക്കുന്നതല്ലേ. ഇതിൻ്റെ കണ്ടോ, ഈ നീലാമരിയുടെ ഇലയൊക്കെ പഴുത്തു പോകാൻ തുടങ്ങി. ഇനി ഇത് ചിലപ്പോൾ ഉണങ്ങിപ്പോയി, എൻ്റെ വിത്തെല്ലാം ഉണങ്ങിയേ. അതുകൊണ്ട് എണ്ണ കാച്ചി വയ്ക്കുക. അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം എണ്ണ കാച്ചിയപ്പോൾ ഇത് മേടിച്ചുകൊണ്ട് വന്നാണ് ചെയ്തത്. പുറത്തുനിന്ന് തൈ മേടിച്ചുകൊണ്ട് വന്ന് അരിഞ്ഞൊക്കെ ഉണ്ടാക്കിയത്. എല്ലാം ഇവിടെയുണ്ട്. കയ്യുണ്ണിയുണ്ട്, പൂവാങ്കുരുന്നിലയുണ്ട്, മൈലാഞ്ചി, കീഴാർനെല്ലി, കറിവേപ്പില എല്ലാ കൂട്ടവും നമ്മൾ പറമ്പിൽ നട്ട് വെച്ചിട്ടുണ്ടേ. നട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൂന്നേ വരുള്ളൂ. ഗോവിന്ദിൻ്റെ ചാനലിനകത്തുണ്ടല്ലോ, അവന് ഈ കൃഷിയും കാര്യങ്ങളും ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഔഷധ സാധനങ്ങൾ, സസ്യങ്ങളും ഒക്കെ. അപ്പോൾ എല്ലാം തേടി പിടിച്ച് എല്ലാം നട്ട് എല്ലാം കൈകാര്യം ചെയ്തോളൂ. അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പമുണ്ടേ. താല്പര്യമുള്ള ഒരാളെ വീട്ടിലുള്ളപ്പോൾ നമുക്ക് ഇച്ചിരി നേരമില്ലെങ്കിൽ അവരത് മാനേജ് ചെയ്യുമല്ലോ. അതുകൊണ്ട് ഒന്നിനും ഒരു പാടൊന്നും വരികയില്ല. ഒരു സാധനം തന്നെ ഈ പ്രാവശ്യം പുറത്തുനിന്ന് മേടിക്കേണ്ട വന്നിട്ടില്ല. എല്ലാ കൂട്ടവും ഇവിടെ ഉണ്ടായിരുന്നു. കിട്ടിക്കഴിഞ്ഞാൽ പോകാതിരിക്കും. പക്ഷേ നീലയമരി മാത്രം നഷ്ടപ്പെട്ടു പോവുക. ഇതിൻ്റെ ഈ ഇല വിത്ത് ഉണങ്ങി കഴിയുമ്പോൾ എങ്ങനെയോ ഇത് പോകും. അത് എന്നെ എനിക്ക് തോന്നുന്നു ചൂടുകാലത്ത് ഉണങ്ങിപ്പോകുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ പറ്റും. കഴിഞ്ഞ എന്തോരം ഉണ്ടായതാണെന്നറിയാം. ഒരൊറ്റ വിത്ത് പിടിക്കത്തുമില്ല ഇവിടെ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ? പിന്നെ ഈ ചെത്തി ഞാൻ എടുക്കത്തില്ലേ, അത് ഞാൻ അതിൻ്റെ പടം കാണിച്ചത്. ആ ചെത്തിയുടെ പൂ ഒരു മടിയെടുക്കാൻ. പിന്നെ ഇതിൻ്റെ അകത്തൊരു കാര്യം എന്നാണെന്നറിയാമോ, നീലാമരി ഒത്തിരി ഞാൻ പറയുന്നത് വ്യാജം എന്ന് പറയലേ, തെറ്റായിട്ടുള്ള നീലാമരി കിട്ടും നമുക്ക്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാനൊരു വഴിയുണ്ട്. ഈ നീലാമരിയുടെ ഇല, ഓരോ തണ്ടയിലുള്ള ഇലയുണ്ടല്ലോ, അത് നമ്മളെടുത്ത് നോക്കണം. അത് നോക്കുമ്പോൾ ഒറ്റസംഖ്യ ആയിരിക്കും ഈ ഇലകളെ. ഇപ്പോൾ 7, 9, 11 അങ്ങനെയായിരിക്കും. ഇപ്പോൾ ഉണ്ടോ, എണ്ണി നോക്കിക്കോ. ഞാനത് എണ്ണി കാണിക്കുന്നുണ്ട്. ആ 7, 9, 11 ഒക്കെ അതിൻ്റെ ഇലകൾ. പിന്നെ പൊഴിഞ്ഞു പോയാൽ അങ്ങനെയായിരിക്കും, അല്ലാണ്ട് ശരിക്കും അങ്ങനെയാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ, അത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പൊട്ടി വരും, നേരെ നടുവിനെ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഒരു നാരുമൊക്കെ കാണുമല്ലോ. പിന്നെ ഇതിൻ്റെ വിത്തൊക്കെ കണ്ടു, ഇതാ വിത്തേ. പിന്നെ പൂവെന്ന് പറഞ്ഞാൽ കുഞ്ഞു പൊടി പോലത്തെ പൂവാണ്, തീരെ പൊടി പോലെ. ഇത് നഷ്ടപ്പെട്ടു പോകുന്നേ. എന്തോരം ഉള്ളതായിരുന്നു ഇവിടെ. ഒരു പ്രാവശ്യം ഗോവിന്ദിൻ്റെ ചാനലിൽ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ട്. എന്ത് വിത്തായിരുന്നു അത്, നിങ്ങൾ നോക്കിയാൽ അറിയാം. അത് ഒരെണ്ണം പിടിച്ചിട്ടില്ല. ഇത് ഞങ്ങൾ ഈ പ്രാവശ്യം പുതിയതായിട്ട് മേടിച്ചിട്ടുണ്ടാക്കുക ചെയ്തേ. വലിച്ചു നീട്ടുന്നതല്ലേ, ഞാൻ ഇതിൻ്റെ കാരണം പറയുന്നതാണേ. പിന്നെ ഇത് കയ്യുണ്ണിയം. എൻ്റെ വീട് എലഞ്ഞി മുത്തോരൂരത്താണ്. അവിടെയൊക്കെ കയ്യുണ്ണി എന്നാണ് പറയുന്നത്. ഈ പാടത്തൊക്കെ ഉണ്ടല്ലോ, എൻ്റെ മമ്മിയൊക്കെ ഇതിൻ്റെ തന്നെ എണ്ണ കാച്ചി തരുമായിരുന്നു. ഇവിടെ എന്നെ കഞ്ഞുണ്ണിന്നോ ഏതാണ്ടൊക്കെ പറയും, കയ്യുണ്ണിയെന്നോ കഞ്ഞുണ്ണി, കുഞ്ഞുണ്ണി എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഞങ്ങളവിടെ കയ്യുണ്ണി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനും അങ്ങനെയാണ് പറയുന്നത്. ഇത് മാത്രം ഇട്ട് എണ്ണ കാച്ചിയൊക്കെ തരുമായിരുന്നു. നല്ല ഒരുപാട് മുടിയുണ്ടായി, എനിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്നു താനും. ഇത് 2 സ്ഥലത്ത് നിന്നതിൻ്റെയാണ്, വളത്തിൻ്റെ ചെറുതും വലുതുമായിട്ടിരിക്കുന്നത്. പിന്നെ ഇത് പൂവാങ്കുരുന്നില എന്ന് പറഞ്ഞാൽ അറിയാലോ, ദശപുഷ്പങ്ങളിൽ ഒരു പുഷ്പമാണ്. പിന്നെ മൂക്കിലെ ദശവളർച്ചയ്ക്കും ജലദോഷത്തിനും ഒത്തിരി നല്ലതായി പൂവാങ്കുരുന്നിലേ. പിന്നെ ഇത് കീഴാർനെല്ലി എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് മൈലാഞ്ചി പറിച്ചില്ലെന്ന്. അത് പറിക്കാൻ ഓടിയത് അതിൻ്റെ ഇടയ്ക്ക്. മൈലാഞ്ചി നമ്മൾ ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു. മൈലാഞ്ചി പൊടി മേടിച്ചൊക്കെ പണ്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഞാൻ. പൊടി മേടിക്കുന്ന അത്ര വലിയ സുഖമുള്ള ഒരു ഇതല്ല. അപ്പടി തരിതരിപ്പും എനിക്കത് അത്ര ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ഇത് കീഴാർനെല്ലി ഇതുപോലെ തന്നെ നല്ല ഔഷധ ഗുണങ്ങളും ഒക്കെ ഉള്ളതാണ്. നമ്മുടെ തലയിലെ ചൊറിച്ചിൽ മാറാനും ഒക്കെ നല്ല, നമുക്ക് ജലദോഷം വരാതിരിക്കാനും. പിന്നെ ഇത് വേറെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ, മഞ്ഞപ്പിത്തക്കാർക്കും ഒത്തിരി ഗുണമുള്ള സാധനമാണ്. പിന്നെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലയുടെ അടിയിൽ നെല്ലിക്ക പോലെ ചെറിയ ഒരിതുണ്ടല്ലോ, ഒരു കുരുകുരാന്നൊരു സാധനമുണ്ട്. അത് കാണുമ്പോൾ അറിയാം കീഴാർനെല്ലി. എന്നൊക്കെ തിരിച്ചറിയാൻ ഒത്തിരി അറിയാവുന്നവർക്കറിയാം. പിന്നെ പനിക്കൂർക്ക വേണം. പിന്നെ തുളസി ഇഷ്ടംമാതിരിയുണ്ട്. അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നതാണേ. അപ്പോൾ അമ്പലത്തിൽ തുളസി കൊണ്ടുപോയി കൊടുക്കും, ചെമ്പരത്തി കൊണ്ടുപോയി കൊടുക്കും, ശംഖുപുഷ്പം കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ഈ ഇതുണ്ടല്ലോ, പനിക്കൂർക്ക, അത് ഹൈബ്രിഡാണേ. നമ്മുടെ മറ്റേ പനിക്കൂർക്ക പോയി, അത് ചീഞ്ഞു പോയി. ഈ വെള്ളം കെട്ടിക്കിടന്ന് നമ്മൾ എത്ര നോക്കിയിട്ടും അത് ചീച്ചിൽ കയറിയിട്ട് അതിന് എന്തോ രോഗം വന്നു പോയി. പിന്നെ ശംഖുപുഷ്പം ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മുടിക്ക് കളറ് കിട്ടാനും, കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിളക്കമൊക്കെ വരും മുടിക്ക്. നല്ലതാണ് ശംഖുപുഷ്പം. പിന്നെ നമ്മളെ ഫേസ് പാക്ക് ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണല്ലോ. ഞാൻ കൊണ്ട് ചായയും ജ്യൂസും ഒക്കെ ഉണ്ടാക്കും. ഓരോ ട്രിക്കൊക്കെ ഉണ്ടാക്കും. അങ്ങനെ പരിപാടികളൊക്കെ. അതുപോലെ ഈ ചെമ്പരത്തി, ഇത് ഞാനിങ്ങനെ മരുന്നിനും ഈ ജ്യൂസ് ഉണ്ടാക്കാനും ഒക്കെ 5 അതിലുള്ള ചെമ്പരത്തി എടുക്കുന്നത്. ഇവിടെ 2-3 സൈസുണ്ടേ. ശരിക്കും മരുന്നെന്ന് പറഞ്ഞാൽ ഈ
പഴയ ഇതൊക്കെ വായിച്ച് നോക്കിയാൽ അറിയാം 5 അതളുള്ള ചെമ്പരത്തിയല്ല അതിന് തന്നെ എടുക്കുന്നത്. നമുക്കിവിടെ ഞാൻ വരുന്നതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നു ഇതുപോലെ ചെമ്പരത്തി വേലി പോലെ ഇവിടെ മുഴുവൻ ചെമ്പരത്തിക്കാടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. പിന്നെ ചെത്തിയാണേലും ഇതുപോലെ ഇതാ ശരിക്കും നമ്മൾ മരുന്നിനൊക്കെ എടുക്കുന്ന ചെത്തി. ഈ ചെത്തിയുടെ വേരാ മരുന്നിനൊക്കെ എടുക്കുന്നത്. ഇത് കൂടെ ഒരു ചോട നമുക്കുള്ളത്. ബാക്കിയെല്ലാം ഉണ്ട്. മഞ്ഞച്ചെത്തിയും റോസ് ചെത്തിയും ചുമലച്ചെത്തിയൊക്കെ ഉണ്ട്. അതൊന്നും ഇങ്ങനെ ഞാൻ എണ്ണ ഉണ്ടാക്കുമ്പോൾ എടുക്കാറില്ല. ഉള്ളതൊക്കെ നല്ലപോലെ ചെയ്യും, ഇല്ലാത്ത എടുക്കുകയില്ല. പിന്നെ കർപ്പൂരമാണെങ്കിൽ ഒരു കുഞ്ഞ് പീസ് എടുക്കാവുള്ളൂ, ഇത്രയൊന്നും ഇടല്ലേ. അതെല്ലാം എണ്ണയെല്ലാം തിളച്ച് വാങ്ങി ഇച്ചിരി ആറി കഴിയുമ്പോൾ ഇടണ്ടേ. പിന്നെ കരിയാപ്പില ഇടേണ്ടതാണ്. കരിയാപ്പില ഇടുന്നത് ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമില്ലേ. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരും ആൺപിള്ളേരല്ലേ, അവർ പറയുന്നത് കറിയുടെ മണം അമ്മയെന്ന് പറയും. ഒട്ടും ഇഷ്ടമില്ല 2 പേർക്കും. ഒരു പ്രാവശ്യം കാച്ചിയ എണ്ണ മുഴുവൻ ഇവിടെ ഇരിക്കുക, ആരും വയ്ക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കറിയുടെ മണം നമുക്ക് തോന്നുവേ. അപ്പം പിള്ളേരൊക്കെ നാണമാകുകയല്ലേ, അതുകൊണ്ടായിരിക്കും. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഞാനൊരു പാലപ്പത്തിൻ്റെ ഒരു ചട്ടിയോ അതല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ ഒരു അലുമിനിയത്തിൻ്റെ പാത്രത്തിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം മേടിച്ച, സത്യം പറഞ്ഞാൽ ഈ ശരിക്കും ഇതിന് ഇരുമ്പിൻ്റെ അംശം വേണമെന്നാണ് പറയുന്നത്. എൻ്റെ മമ്മിയൊക്കെ ഉണ്ടല്ലോ ഒരാണിയൊക്കെ ഇടുമായിരുന്നു ഇതിൻ്റെ അകത്ത്. അതിനാന്ന് പറഞ്ഞാൽ അലുമിനിയത്തിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ ഇരുമ്പിൻ്റെ അംശം കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. പിന്നെ ഈ കൂട്ടിൽ മൊത്തം എണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതിനാന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ചട്ടി ചെറുതാണ്. പിന്നെ അതിന് പറ്റുന്നത്രയും സാധനം ഇട്ടാൽ മതി നമ്മളെ. ഞാൻ പിന്നെ പറിച്ചുകൊണ്ട് വന്നപ്പം ഇച്ചിരി കൂടുതലായിപ്പോയി. അത് നമുക്കറിയാമല്ലോ, ഒരുപാട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു അളവുണ്ടല്ലോ. അപ്പം ആവശ്യമുള്ള ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ദോഷമുള്ള സാധനങ്ങളൊന്നും അല്ലല്ലോ. പിന്നെ ഇത് അരയ്ക്കൊന്നും വേണ്ട കേട്ടോ. അതിനാന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഈ എണ്ണയിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ ഇത് അബ്സോർവ് ചെയ്യും. പിന്നെ അരച്ച് പെറുക്കി മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് പിച്ചിപ്പറിച്ച് അങ്ങോട്ട് ഇട്ടാൽ മതി. അല്ലാണ്ട് അതുകൊണ്ട് അരച്ച് പിന്നെ അതിൻ്റെ കുറേ വെള്ളം ഊറ്റി അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ചതച്ചിട്ടാൽ നല്ലതെന്നൊക്കെ പറയും, പക്ഷേ അത് ശരിക്കും അത് അങ്ങോട്ട് എടുത്തോളൂ. അത് എന്നായാലും ആ എണ്ണയിൽ കിടന്ന് തിളയ്ക്കുമല്ലേ. അപ്പോൾ നമ്മളത് ഇടുമ്പോൾ തന്നെ ഈ നല്ലപോലെ ചൂടായ എണ്ണയിലിട്ടല്ലേ ഇത് ഇടുന്നത്. അപ്പോൾ ഈ ഓരോ ഇലയിലും പൂവേലും എല്ലാം ജലാംശം ഉണ്ടല്ലോ, ആ ജലാംശം മുഴുവൻ ഈ എണ്ണ വലിച്ചെടുക്കുവേ. അതിൻ്റെ ആ ഇലയുടെ വേരേക്കിൽ തണ്ടേക്കടയും തണ്ടിൻ്റെ ആ വേര് ഇലയുടെ വേരേക്കട എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടല്ലേ ഈ തിളയ്ക്കുന്നത്. അപ്പോൾ ആ ജലാംശം മുഴുവൻ വലിച്ചെടുത്തെന്നുള്ളതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ തിളയ്ക്കൽ നിൽക്കും കണ്ടോ, വളവളാന്ന് തിളയ്ക്കുന്നത് അത് നിൽക്കും അവിടെ. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്തേണ്, കാരണം ചെമ്പരത്തിയുടെ ഇതളൊക്കെ പൊങ്ങി കിടക്കുവേ. എന്നിട്ട് അതിൻ്റെ തിള നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കിയിരിക്കുകയൊന്നും വേണം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ പണിക്കൊക്കെ പോയി അത് ഇട്ടേച്ച് അടിച്ചു വരാനും ഒക്കെ നടക്കും. എന്നിട്ട് ആ തിള പരിപൂർണമായിട്ട് നിന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ ചോട്ടിൽ നിന്ന് പോകരുത്, കാരണം പിന്നെ ഒരു ബ്രൗൺ കളറായാൽ മതി. ബ്ലാക്ക് കളറാകാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എണ്ണയുടെ ഗുണവും പോകും, കാരണം അതിന് കരിവ് കയറിയെന്നാണ്. അത്രയും അങ്ങോട്ട് ബ്ലാക്ക് ആക്കരുത്. ഒരു ബ്രൗണൊക്കെ ആയി കഴിയുമ്പോഴത്തേനും നമ്മളത് കളർ നോക്കിയിട്ട് കണ്ടോ, ഇപ്പോൾ ഇത്രയും കളറേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഇച്ചിരി കൂടെ നേരം ഒന്ന് ഡ്രൈ ആയി വന്നപ്പോഴത്തേനും ഇച്ചിരി നേരം കൂടെ തിളച്ച് കഴിഞ്ഞപ്പോൾ അത്രമായി. ഇനി നമ്മൾ അതിനെ പാകമായോ എന്നറിയാൻ വേണ്ടി ഒരു പാത്രത്തിലോ ചൂടുണ്ടല്ലോ, ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഒരു കുഞ്ഞ് കഷ്ണമൊക്കെ ഇട്ടിട്ടൊന്ന് ഞെക്കി നോക്കണം. അപ്പോൾ അത് തകർന്ന് വരണം. കണ്ടോ, ഈ കളറൊക്കെ മതി. അല്ലെങ്കിൽ വേറൊരു സ്മെല്ല് പോകും. അത് കരിഞ്ഞു പോയാൽ പിന്നെ അതിന് എന്നാ ഗുണമിരിക്കുന്നത്. നമുക്ക് കളറല്ലല്ലോ, ഗുണമല്ലേ പ്രധാനം. പക്ഷേ അത് കേടാവത്തൊന്നുമില്ല. ഇപ്പം കണ്ടോ, ഈ കർപ്പൂരമാണെങ്കിൽ അതിൻ്റെ അകത്തിന് സൈഡ് പൊടിച്ചെടുത്താണ്, പക്ഷേ അത് മൊത്തം ഇടണ്ട കേട്ടോ. അതിനെന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണ കുറവാണ്, അപ്പോൾ കുറച്ചേ ഇടാവുള്ളൂ. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ചാൽ പിന്നെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയല്ലേ, ആറി വരാൻ കുറേ നേരം എടുക്കും. ഇനി നമുക്ക് വേറെ ജോലിക്കൊക്കെ പോകാം. നമ്മൾ എന്നിട്ട് ജോലിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും അത് ആറിയിരിക്കും. പക്ഷേ ഇപ്പോൾ ഇതിന് നമ്മൾ നോക്കുമ്പോഴത്തേനും ഒരു ലൈറ്റ് ഗ്രീൻ കളറേ ഉള്ളൂ, അതിനൊരു യെല്ലോ കളർ പോലെ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമ്മൾ അരിപ്പയ്ക്കകത്തൊന്നും അരിച്ചെടുക്കരുതേ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ സാധാരണ സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ ഒഴിച്ച് ഇങ്ങനെ അരിച്ചെടുക്കാറ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ, കാണാവുന്ന പോലെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലോട്ട് ഒഴിക്കുന്നത്. അപ്പോൾ നല്ലപോലെ ആറിയല്ലോ. അപ്പോൾ വീണ്ടും ഒന്ന് നോക്കിയേക്കണം ഓക്കെ ആണോയെന്ന്, അല്ലെങ്കിൽ ഒന്നുകൂടെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ആ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ നമ്മൾ നല്ലപോലെ ഉണക്കി ഡ്രൈ ആക്കി എടുത്തേച്ച് അതിൻ്റെ മേലെ ഈ തുണി കെട്ടി നമ്മൾ പണ്ടൊക്കെ ചെയ്യല്ലേ, അതുപോലെ തുണി ഇങ്ങനെ വട്ടത്തിൽ ചുറ്റി വെച്ച് അതിൻ്റെ വാവട്ടം തുണി കൊണ്ട് നല്ല നീറ്റായിട്ടുള്ള കണ്ണിയകല, ഒരുപാട് കണ്ണിയകലൊന്നും ഇല്ലാതെ മുണ്ടിൻ്റെയൊക്കെ വെള്ളം മുണ്ടിൻ്റെയൊക്കെ ഒരു പീസ് വെച്ചാൽ മതി. എന്നിട്ട് അതിലോട്ട് വേണം ഇത് അരിച്ചൊഴിക്കാനേ. അത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങനെ ചെയ്തെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ ഞാനിത് ഇതുപോലെ ചെയ്യത്തുള്ളൂ, ഇങ്ങനെ ചെയ്യുന്ന കണ്ടേക്കുന്നത്. ചില ആൾക്കാരൊക്കെ എന്നാണെന്നറിയോ, ഈ അരിപ്പയ്ക്കകത്ത് അരിച്ചെടുക്കുവേ, അന്നേരം അതിൻ്റെ കുറേ തരികളെല്ലാം അതിൻ്റെ അകത്തോട്ട് വീണ് പിന്നെ അതിൻ്റെ എല്ലാ ഗുണമൊന്നും കിട്ടത്തൊന്നുമില്ല. ഇപ്പം ഗുണങ്ങളെല്ലാം ആയി, എന്നാൽ പോലെ കളറിന് ഒരു ഇതുണ്ടല്ലോ, കളറിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഈ മഞ്ഞ കളറിൽ അതിരിക്കുമ്പോൾ നമുക്കൊരു രസമില്ല, മുറിവെണ്ണ പോലെ.
അപ്പോൾ നമ്മളത് പിന്നെ മൊത്തം എണ്ണ ഊറ്റിയെടുത്തേച്ച് അതിൻ്റെ ഇങ്ങും അഴിച്ചെടുക്കണം. എന്നിട്ട് അതിങ്ങനെ പ്രസ് ചെയ്ത് നല്ലപോലെ ഞെക്കി അതിനെ നമ്മളാ എടുത്ത എല്ലാ സാധനങ്ങളും എല്ലാ മരുന്നിലകളും നമ്മൾ ഞെക്കി പൊടിഞ്ഞ് വരുന്ന ഒച്ച കേൾക്കാവേ. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തിട്ട് ഒന്ന് കുലുക്കിയൊക്കെ എടുക്കുമ്പോഴത്തേന് അത് മുഴുവൻ ആ കളറെല്ലാം അതിൻ്റെ അകത്തോട്ട് ഇറങ്ങും. അപ്പം നോക്കിക്കേ, ആ യെല്ലോ കളർ പോലെ ഇരുന്ന സാധനം ഇപ്പം ബ്ലാക്ക് കളറായി. ഇപ്പോഴാണ് എണ്ണയുടെ കളർ കറക്റ്റ് ആയേക്കുന്നത്. പഴയ എണ്ണ ഇരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അത്ര എണ്ണയുണ്ട്. ഇവിടെ ആൺപിള്ളേരല്ലേ ഇച്ചിരിയല്ലേ വയ്ക്കത്തുള്ളൂ. ഞാനൊക്കെ വല്ല ദിവസമേ വയ്ക്കുള്ളൂ എണ്ണ. വിനിച്ചേട്ടനും ഇച്ചിരി വയ്ക്കുള്ളൂ. അപ്പം ഈ സാധനങ്ങൾ നശിച്ചു പോകുന്നതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണേ. ചെടികളെല്ലാം നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്ര ഉള്ളേ. എല്ലാവരും കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇഷ്ടപ്പെട്ടില്ലേ അറിയിക്കണേ.